ഹേ ഗായ്സ്, അപ്പോഴേ ഇന്നൊരു ഗെറ്റ് റെഡിയാണ്. ഞാനിന്ന് അമ്പലത്തിൽ പോവാണ്. പക്ഷേ അമ്പലത്തിൽ പോകുന്ന ഫുൾ വീഡിയോ കേട്ടോ, ഗെറ്റ് റെഡി മാത്രമല്ല ഇതിൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു സൺസ്ക്രീനും അതുപോലെ പോൺസിൻ്റെ പൗഡർ കേട്ടോ. പോൺസിൻ്റെ പൗഡർ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ലാക്മേയുടെ ലൈനറും പിന്നെ ഒരു കൺമഷി ഞാൻ എഴുതും. കൺമഷി ഇപ്പോഴും എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കൺമഷിക്ക് എഴുതിക്കുന്നത് പിന്നെ എൻ്റെ കുഞ്ഞു പൊട്ടുണ്ട്, അതെൻ്റെ ഫേവറേറ്റ് പൊട്ടാണ്. അത് ഞാൻ എപ്പോഴും തുടങ്ങുന്നതാണ്. അങ്ങനെ പൊട്ടൊക്കെ വെച്ചു. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റാണ് മാമാർത്തിൻ്റെ. ആ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കമ്മൽ കളക്ഷനാണ്. എനിക്ക് അത്യാവശ്യം കുറച്ച് കമ്മൽ ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ലാസ്റ്റ് എനിക്ക് ഫേവറേറ്റായിട്ടുള്ള കമ്മൽ മാത്രം എടുത്തുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ അങ്ങനെയാണോ ഗൈസ്? എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ ഫേവറേറ്റ് കമ്മൽ തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു ഷോയ്ക്കിറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി. പിന്നെ ഞാനൊരു മൂക്കുത്തി വെച്ചു, അതെൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഒരു വാച്ച് ഇട്ടു. പിന്നെ ഞാനൊരു ബ്രേസ്ലെറ്റും പിന്നെ 2 കുട്ടികളും കൂടെ മിക്സാക്കിയാണ് ഇട്ടത്. അതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബാഗ് ഇട്ടു. അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ചാരു ഉണ്ട്, അതേപോലെ തന്നെ മിനിയമ്മയും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇന്ന് അമ്പലത്തിൽ പോയത്. അപ്പോൾ ഞാൻ പോണ അമ്പലം തുറവൂരാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ദേടാ ഒരു അതിഥി. ആരാണ്? മൂർഖൻ. അതും കുഞ്ഞു മൂർഖനാട്ടോ. ചെറുതാണ് ആൾ, പക്ഷെ അവിടെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വലുതാണ്. ആൾക്കാരൊക്കെ ഒന്ന് നൈസായിട്ട് പേടിച്ചായിരുന്നു. പിന്നെ എല്ലാവരും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയി. ലാസ്റ്റ് കൺഫേം ആക്കി മൂർഖനാണെന്ന്. പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോസൊക്കെ എടുത്തു അമ്പലത്തിൻ്റെ ചുറ്റുമുള്ളതൊക്കെ. പിന്നെ തൊഴുതിറങ്ങിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പോയത് കർക്കിടകമാണല്ലോ, അപ്പോൾ മരുന്ന് കഞ്ഞി കുടിക്കാനുള്ളൊരു ഇതിലാണ് പോയത്. പിന്നെ ഞാൻ പോയ ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് അപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നേ. അപ്പോൾ ശരി എന്നാൽ ബൈ.